എത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ലൂയുടെ കുളി രാവിലെ 8 മണിക്ക് മുമ്പ് എന്തായാലും കഴിയും കേട്ടോ. ആ ഒരു ശീലം അവന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാരണം അവന് യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. എത്ര തണുപ്പുണ്ടെങ്കിലും ഇത്തിരി ഒരു തണുത്ത പോലെ കാണിക്കുമെങ്കിലും ആൾക്ക് ഓക്കെയാണ് കേട്ടോ. കുളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമ്മൾ അവനാകെ കുറച്ച് മാസങ്ങളിലെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ള് പച്ചവെള്ളത്തിലായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ടെൻഷനില്ല, എവിടെ പോയാലും അവന് ഓക്കെയാണ്. ഇന്ന് നമ്മൾ 3 പേരും കൂടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകാൻ കേട്ടോ. കുറേ നാളായി അവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോയിട്ട് കുറേ നാളായി കേട്ടോ. മുൻപൊക്കെ പോകാറുണ്ടെങ്കിലും ലൂയി ഉള്ളതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അതിൻ്റെ തിരക്കിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അവൻ സമ്മതിക്കുകയുമില്ല അവിടെ നിന്ന് ഫുഡ് കഴിക്കാനോ അങ്ങനെയൊന്നും. അവൻ കുഞ്ഞാണല്ലോ, അപ്പോൾ നമുക്ക് അവൻ്റെ വാശിക്കൊത്ത് നിന്നാലല്ലേ പറ്റുള്ളൂ. അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ലൂയി ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അവന് അങ്ങനെ വലിയ വാശിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന ബസ്സും കാത്ത് ഞങ്ങൾ കുറച്ച് നേരം നിന്നു കേട്ടോ. ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. 10:50 കേട്ടോ ഞങ്ങൾക്ക് ബസ്സുള്ളത്. അപ്പോൾ ആ ഒരു ബസ്സിലാണ് പോയത്. അവിടെ 12 കാലൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കൊടുത്ത് തുടങ്ങും. പക്ഷേ ഓൾറെഡി നല്ല തിരക്കായിരിക്കും കേട്ടോ, ക്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും അമ്മയും ലൂയും കൂടെ കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി. അവിടെ ഇപ്പോഴും താലപ്പൊലിക്കാവിലത്തെ കടകളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഭൂരിഭാഗം കടകളും. ഇനി വേറെ അവിടെ മൂത്തുന്നത് ഒരു ഉത്സവമുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ആ ഒരു സമയമാകുമ്പോഴേ അത് ഈ കടകളൊക്കെ അങ്ങോട്ട് പോകുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ക്യൂ ഉണ്ടായിരുന്നു. അമ്മ ക്യൂവിൽ നിന്നു, ഞാനും ലൂയും അവിടെ മാറി നിന്നു കേട്ടോ. ക്യൂവിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ക്യൂവിൽ നിൽക്കണ്ട കേട്ടോ. കുഞ്ഞ് ബേബീസൊക്കെ ഉള്ളവർക്ക് ക്യൂവിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അമ്മ എന്തായാലും നിൽക്കുന്നുണ്ട്. ഇനി ഗേറ്റൊക്കെ തുറക്കുന്നവരെ ഞാനും ലൂയും കൂടി ഇവിടെയൊക്കെ അവിടെ കേട്ട് നടക്കാമെന്ന് തീരുമാനിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി കേട്ടോ. ആ ഒരു സമയത്ത് അവിടെ ഒന്ന് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പം ഞാനും അമ്മയും ലൂയും കൂടി ഇനി അടുത്തത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ സെൻട്രോ മോളിൽ ഓട്ടോക്കാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഇങ്ങോട്ട് പോകുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഒട്ടും വണ്ടിക്ക് അല്ലാതെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പോകുന്ന മാളിലേക്ക് കയറുന്ന വഴി ഇങ്ങനെ കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലൂയി അവിടെ ചെന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞെങ്കിലും ഓക്കെ ആയിട്ട് നമ്മൾ വേഗം അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവനെ. അങ്ങനെ മാളിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ലൂയിന് ഓൾറെഡി ഇതിലിരുത്തിയ കാരണം കുറച്ച് നേരമൊക്കെ അടങ്ങിയിരുന്നു കേട്ടോ. എന്ത് കാണുമ്പോഴും എടുത്തിടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ളതൊക്കെ വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിൽ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. സഞ്ചിയൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ബസ്സിന് ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ലൂയി ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ചേട്ടൻ അവിടെയൊക്കെ കറക്റ്റ് വന്നിട്ടോ. പിന്നെ പോരുന്ന വഴി നമ്മൾ അവന് മാളിൽ നിന്ന് ഒരു കുഞ്ഞ് എയ്റോപ്ലെയിൻ പോലത്തെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ആൾ കുറേ നേരം കളിച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ലൂയി അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല കേട്ടോ സാധനങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് ഞങ്ങൾക്കും തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ.